Hi, welcome to Campus Days. ഇന്ന് നമ്മൾ BCA കോഴ്സിൻ്റെ കൂടെ വരുന്ന സ്പെഷ്യലൈസേഷൻസ് കോഴ്സ് അഥവാ ആഡ് ഓൺ കോഴ്സുകളെ കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. BCA പഠിക്കുമ്പം അതിൻ്റെ കൂടെ ആഡ് ഓൺ പഠിക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷനായിട്ട് കോഴ്സസ് എടുത്ത് പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച് ഒരുപാട് സ്റ്റുഡൻസ് മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. BCA കുറിച്ചും അതിൻ്റെ സിലബസ്, അതിൻ്റെ ജോബ് റോൾസ്, അങ്ങനത്തെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തേക്കാം. BCA എന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള IT ഫീൽഡിലോട്ടുള്ള ഒരു എൻട്രി ലെവൽ കോഴ്സാണ്. ഇതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ടിപ്പം അൽഗോരിതം അല്ലെങ്കിൽ ബേസിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ, കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കവറപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്താൽ അറിയാം. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് BCAയുടെ കൂടെ വരുന്ന സ്പെഷ്യലൈസേഷൻ കോഴ്സിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. മുൻപൊക്കെ BCA മാത്രം പഠിച്ചാൽ മതിയായിരുന്നു ജോലി കിട്ടാനായിട്ട്. പക്ഷെ ഇപ്പോൾ BCA മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. എല്ലാ കമ്പനികളും അവർ യൂസ് ചെയ്യുന്ന മോഡേൺ ടെക്നോളജീസിലൊക്കെ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് കൂടുതലും ഹയർ ചെയ്യുന്നത്. സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനാണ് എല്ലാ കമ്പനീസിനും ആവശ്യം. ആരും ഒരു പുതിയൊരാളെ എടുത്ത് കഷ്ടപ്പെട്ട് ട്രെയിൻ ചെയ്യിച്ചെടുക്കാനൊന്നും നിൽക്കാറില്ല. അവർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് അല്ലെ അവർ യൂസ് ചെയ്യുന്ന ടെക്നോളജിയിലൊക്കെ ഓൾറെഡി സ്കില്ലുള്ള കാൻഡിഡേറ്റ്സിനാണ് മുൻഗണന കൂടുതൽ. അതുകൊണ്ട് തന്നെ BCAയുടെ കൂടെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഏതൊരു ഇൻഡസ്ട്രിയിലോട്ടാണ് പോകാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്ത് പഠിക്കണമെന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. മെയിനായിട്ടും കുട്ടികൾ ചോദിച്ചു വരുന്നതും ഏറ്റവും കൂടുതൽ കുട്ടികൾ ചൂസ് ചെയ്യുന്നതും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസും ഉള്ളതായ കുറച്ച് ആഡ് ഓൺ പ്രോഗ്രാംസിന്റെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ പറയാം. ഫസ്റ്റ് വൺ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ചോദിച്ചു വരുന്ന ഒരു പ്രോഗ്രാമാണിത്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജോബ് വേക്കൻസി ഉള്ള ഒരു സ്പെഷ്യലൈസേഷൻ കൂടിയാണിത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഹ്യൂമൻ ഇൻ്റലിജൻസ് യൂസ് ചെയ്തൊരു ടെക്നോളജി പ്രവർത്തിക്കുന്നതിനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ എക്സാമ്പിൾസ് നമ്മൾ ഡെയിലി കാണുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം ടെസ്ല കാറാണ്. നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ അല്ല, പുറത്തൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു കാറാണ്. ഇത് സെൽഫ് ഡ്രൈവിംഗ് കാറാണ്. അതായത് ഡ്രൈവർ ഇല്ലാണ്ട് തന്നെ നമ്മൾ ലൊക്കേഷൻ സെറ്റ് ചെയ്ത് കൊടുത്താൽ നമ്മൾക്ക് എവിടെയാണോ പോകേണ്ടത് ആ ലൊക്കേഷനിൽ ഈ കാർ സേഫ് ആയിട്ട് നമ്മളെ എത്തിക്കും. ഡ്രൈവറിന്റെ ആവശ്യമേ വരുന്നില്ല. ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. പിന്നെ നമ്മൾ ഡെയിലി കാണുന്ന AI ക്യാമറ, അതായത് ഇപ്പൊ ട്രാഫിക് ബാലൻസ് ആയ ഹെൽമെറ്റ് ഇല്ല, സീറ്റ് ബെൽറ്റ് ഇല്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഒരു മനുഷ്യൻ കാണുന്നത് പോലെ തന്നെ നോട്ട് ചെയ്തിട്ട് അവരുടെ ഫോട്ടോസ് എടുക്കാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ടുള്ള AI ക്യാമറകൾക്ക് സാധിക്കുന്നുണ്ട്. ഇതും ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇനി ഇത് മാത്രമല്ല കേട്ടോ, ഇപ്പം സിനിമ ഇൻഡസ്ട്രി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഇടയായിട്ട് ഇറങ്ങിയ ഒരു സിനിമയാണ് രേഖാചിത്രം. അതിൻ്റെ അകത്ത് മമ്മൂട്ടി അഭിനയിച്ചിട്ടില്ല, പക്ഷെ നമ്മൾ ആ മൂവി കണ്ടവർക്കറിയാം അതിൽ മമ്മൂട്ടി ഉണ്ട്. AI യൂസ് ചെയ്ത് മമ്മൂട്ടിയെ ക്രിയേറ്റ് ചെയ്തേക്കും അതിൻ്റെ അകത്ത്. അങ്ങനെ AIയുടെ ആപ്ലിക്കേഷൻ ഇല്ലാത്ത ഒരു മേഖലകളും ഇപ്പൊ നമ്മുടെ നാട്ടിലില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇപ്പൊ മെഡിക്കൽ ഫീൽഡിലാണെങ്കിൽ പോലും പണ്ടൊക്കെ സ്കാനിങ് ഇമേജ് നോക്കി അസുഖം ഡയഗ്നോസ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ആയിരുന്നു. ഇപ്പൊ പല സ്ഥലത്തും സ്കാനിങ് ഇമേജ് നോക്കി അസുഖം എന്താണെന്നുള്ളൊരു റിസൾട്ടാണ് AI ഡോക്ടേഴ്സിന് എത്തിക്കുന്നത്. അങ്ങനെ AIയുടെ ആപ്ലിക്കേഷൻസ് എല്ലാ മേഖലകളിലും വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ BCAയുടെ കൂടെ ഈ AI എന്ന് പറഞ്ഞൊരു കോഴ്സ് എടുത്ത് സ്പെഷ്യലൈസേഷനായിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ ജോലി സാധ്യതകളും അത്രത്തോളം കൂടുതലാണ്. സെക്കൻഡ് വൺ, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്. ഇതെന്തെന്നാൽ നമ്മളിപ്പോൾ സ്ഥിരമായി കേൾക്കുന്ന വാക്കുകളാണ്. ഇപ്പൊ നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ തന്നെ കേൾക്കുന്നുണ്ട് സൈബർ കള്ളന്മാർ, അല്ലെങ്കിൽ സ്പാം കോൾസ്, സൈബർ കുറ്റവാളികൾ, ഇങ്ങനെയുള്ള പേരുകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ AIയുടെ ഒക്കെ ഒരു വരവോടെ ഇപ്പം നമ്മുടെ കാര്യങ്ങളെല്ലാം ഡിജിറ്റലൈസ്ഡ് ആണ്. നമ്മുടെ പേഴ്സണൽ ഡേറ്റാസ് ആണെങ്കിലും വലിയ വലിയ കമ്പനികളുടെ ഒഫീഷ്യൽ ഡേറ്റാസ് ആണെങ്കിലും ഇപ്പം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതിൽ അക്കൗണ്ട്സ് ഉണ്ട്. അപ്പം നമ്മുടെ എല്ലാ ഡേറ്റാസും ഡിജിറ്റലൈസ്ഡ് ആണ്. ഈ ഡിജിറ്റൽ ഡേറ്റാസ് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ക്രിമിനൽ യൂസ് ചെയ്യാതെ ഇത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നോളജിയാണ് സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഡേറ്റ കറക്റ്റായിട്ട് റീസ്റ്റോർ ചെയ്യാനും അതിനെ സെക്യൂർ ചെയ്യാനും കൂടി ഈ ഒരു ടെക്നോളജിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു ഡിജിറ്റൽ യുഗത്തിൽ ഈ സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ എത്തിക്കൽ ഹാക്കിങ്ങിന്റെ പ്രാധാന്യത്തെ പറ്റി ഞാൻ കൂടുതൽ പറയണ്ട, നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും. ഇതും കുട്ടികൾക്ക് നല്ല ജോബ് വേക്കൻസി തരുന്ന ഒരു ഫീൽഡ് കൂടിയാണ്. മൂന്നാമത്തെയാണ് ഡേറ്റ അനലിറ്റിക്സ് ആൻഡ് ബിഗ് ഡേറ്റ അനലിറ്റിക്സ് എന്നൊക്കെ പറയുന്ന സ്പെഷ്യലൈസേഷൻ. ഇതെന്താണെന്ന് ഞാനൊരു സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇത് മെയിൻ ആയിട്ട് വരുന്നത് ഡേറ്റ മാനേജ്മെന്റ് ആണ്. അതായത് ഇപ്പൊ നമ്മുടെയൊക്കെ വീട്ടിലെ കൊച്ചു കുട്ടികൾ മുതൽ വീട്ടിലെ പെറ്റ്സിന് വരെ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട്, ഫേസ്ബുക്ക് അക്കൗണ്ട് ഒക്കെ ഉള്ള കാലമാണ്. അതായത്
ഇഷ്ടം പോലെ ആൾക്കാർ ഇപ്പം ഡെയിലി ഫേസ്ബുക്കിൽ അക്കൗണ്ട് എടുക്കുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് എടുക്കുന്നുണ്ട്, ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, നമ്പേഴ്സ്, അങ്ങനെ ഇഷ്ടം പോലെ ഡേറ്റാസ് ഇങ്ങനെ അപ്ലോഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡേറ്റാസ് ഒക്കെ മാനേജ് ചെയ്യലും അത്യാവശ്യമായിട്ടുള്ള കാര്യമുണ്ട്. ഇത്രയധികം ഡേറ്റാസ് വന്ന് കുമിഞ്ഞു കൂടുമ്പം ഇത് കറക്റ്റായിട്ട് മാനേജ് ചെയ്യേണ്ട ഒരു അത്യാവശ്യകതയുണ്ട്. ഇത് സോഷ്യൽ മീഡിയ ആപ്പുകളുടെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ വലിയ വലിയ കമ്പനികളായിക്കോട്ടെ, ഏതൊരു പ്രൊഫഷൻ ആയിക്കോട്ടെ, അവരുടെ ഡേറ്റ കൃത്യമായിട്ട് മാനേജ് ചെയ്യണം. അപ്പം ഈ ഒരു സെക്ഷനെ കുറിച്ച് പഠിക്കുന്നതാണ് ഡേറ്റ അനലിറ്റിക്സ് അല്ലെങ്കിൽ ബിഗ് ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്ന സ്പെഷ്യലൈസേഷൻ. അടുത്ത സ്പെഷ്യലൈസേഷൻ ആണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്. ഇതെന്താന്നൊരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ ആപ്പുകൾ ഉണ്ടല്ലോ, അത് മാത്രമല്ല ഏതൊരു ആപ്പ് ആയിക്കോട്ടെ, ഇപ്പം സ്വിഗ്ഗി, സൊമാറ്റോ, ഇങ്ങനെ ഏതൊരു ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, അത് നമ്മൾ കാണുന്ന പാർട്ട് ഉണ്ടല്ലോ, ആ കാണുന്ന പാർട്ട് നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന പാർട്ടിനെയാണ് ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലും ഒക്കെ ഫോട്ടോസ് ഷെയർ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ വീഡിയോസ് ഷെയർ ചെയ്യുമ്പോഴും അപ്ലോഡ് ചെയ്യുമ്പോഴും ഒക്കെ അത് വർക്ക് ചെയ്യുന്ന പാർട്ട് ഉണ്ട്. ആ വർക്ക് ചെയ്യുന്ന പാർട്ടിനെ ബാക്ക് എൻഡ് എന്നും പറയുന്നു. ഈ ഫ്രണ്ട് എൻഡ് ഡെവലപ്പ് ചെയ്യാൻ ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സിനെയും ബാക്ക് എൻഡ് ഡെവലപ്പ് ചെയ്യാൻ ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സിനെയും ആവശ്യമാണ്. ഇത് രണ്ടും കൂടി ചേർന്ന ഒരു കോഴ്സാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സ്പെഷ്യലൈസേഷൻ കോഴ്സ്. ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സുമായിട്ടും വർക്ക് ചെയ്യാം, ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സുമായിട്ടും വർക്ക് ചെയ്യാൻ സാധിക്കും. അടുത്ത സ്പെഷ്യലൈസേഷൻ ആണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ഇതെന്താന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ഡേറ്റാസ് സ്റ്റോർ ചെയ്യുകയും അത് ലോകത്ത് എവിടെ വേണമെങ്കിലും ഇരുന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ടെക്നോളജിയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കറക്റ്റായിട്ട് സ്റ്റോർ ചെയ്യാൻ വേണം. നമുക്ക് എപ്പോഴാണോ ആവശ്യം, നമ്മളത് ലോകത്ത് എവിടെയാണെങ്കിലും ആ ടൈമിൽ നമുക്കത് കറക്റ്റായിട്ട് കാണിച്ചു തരണം, നമുക്കത് കറക്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റണം. ഈ ഒരു ടെക്നോളജിനെയാണ് നമ്മൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ കേസ് മാത്രമല്ല, ഇതിപ്പോൾ ബിസിനസ് ഇൻഡസ്ട്രീസ് ആയിക്കോട്ടെ, എവിടെയാണെങ്കിലും അവരുടെ ഡേറ്റാസ് സ്റ്റോർ ചെയ്യണം. അവരെവിടെയാണെങ്കിലും അവർക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും അവരുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ ഫോണിൽ ഈ ഡേറ്റ കറക്റ്റായിട്ട് ആക്സസ് ചെയ്യാനും പറ്റണം. ഇത് ചെയ്യാനായിട്ട് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സെർവർ മാനേജിംഗ് സ്റ്റാഫ്സിലെ ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു കോഴ്സ് പഠിക്കുന്നതോടെ നമുക്ക് ഇങ്ങനത്തെ ജോലിയായിരിക്കും കിട്ടുന്നത്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും സ്റ്റുഡൻസ് ചോദിച്ചു വരുന്ന സ്പെഷ്യലൈസേഷൻ കോഴ്സുകൾ. ഇതല്ലാതെ വേറെയും സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. അപ്പോൾ കൂടുതൽ ജോലി സാധ്യതയുള്ളതും ഇഷ്ടംപോലെ കോളേജുകളിൽ അവൈലബിൾ ആയിട്ടുള്ള സ്പെഷ്യലൈസേഷനാണ് ഞാൻ ഈ ലിസ്റ്റ് ഔട്ട് ചെയ്തത്. ഇതിൽ ഏത് സ്പെഷ്യലൈസേഷൻ എടുത്ത് പഠിക്കുന്നതാണ് നല്ലതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഡിസ്ക്രിപ്ഷൻ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ളതും നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഏരിയ ഏതാണ് അത് ചൂസ് ചെയ്ത് പഠിക്കുക. നമുക്ക് ഏതൊരു കോഴ്സ് ചൂസ് ചെയ്ത് പഠിച്ചാലും അതിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, നമുക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ സക്സസ് ആവാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇന്ന കോഴ്സ് നല്ലതെന്ന് പറയാൻ പറ്റത്തില്ല. അത് ഓരോ കുട്ടികളുടെ ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തിരിക്കും. പിന്നെ ഇതിൽ ഏത് കോഴ്സ് പഠിച്ചാലും നിങ്ങളൊരു സ്പെഷ്യലൈസേഷനായിട്ട് തന്നെ അതെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. നല്ല നല്ല കമ്പനികളിൽ ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് മൾട്ടിനാഷണൽ കമ്പനികളിലൊക്കെ ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതും നല്ല പ്ലേസ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതായിട്ടുള്ള കോളേജുകൾ ചൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ശരിക്കും പറഞ്ഞാൽ BCA എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനെക്കാട്ടിയും വലിയ ടോപ്പിക്കാണ് നമ്മൾ ഇതിൻ്റെ കൂടെ എടുക്കുന്ന സ്പെഷ്യലൈസേഷൻ. അതിനെ ഫോക്കസ് ചെയ്തായിരിക്കും നിങ്ങൾക്ക് ജോലി സാധ്യതകൾ വരുന്നതും ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നതും. BCA എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും ഞാൻ പറയാറുണ്ട്, IT ഫീൽഡിലോട്ടൊരു എൻട്രി ലെവൽ കോഴ്സാണ്. നമുക്ക് പെട്ടെന്ന് കയറി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന കോഴ്സുകൾ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റത്തില്ല. അതെന്ന് വെച്ചാൽ മോഡേൺ ടെക്നോളജീസ് ആണ്, മോഡേൺ ആയിട്ടുള്ള ലാംഗ്വേജസ് ഒക്കെ യൂസ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള മോഡേൺ ടെക്നോളജീസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ITയുടെ ഒരു ബേസ് വേണം. ബേസ് ഉണ്ടെങ്കിലേ നമുക്കത് എളുപ്പത്തിൽ ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് BCAയുടെ കൂടെ ഒരു സ്പെഷ്യലൈസേഷൻ കോഴ്സായിട്ട് തന്നെ ഈ കോഴ്സുകൾ എടുത്ത് പഠിക്കണമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് BCAയിലൂടെ കമ്പ്യൂട്ടറിനെ പറ്റി അല്ലെങ്കിൽ IT ഫീൽഡിലോട്ടുള്ള ബേസിക് നോളജ് കിട്ടുകയും അല്ലെങ്കിൽ ബേസിക് ലാംഗ്വേജുകളൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുകയും അതിലൂടെ നിങ്ങൾക്ക് ഈ സ്പെഷ്യലൈസേഷൻ കോഴ്സുകൾ എളുപ്പത്തിൽ ക്യാച്ച് ചെയ്തെടുക്കാനും പറ്റുന്നു. BCAയുടെ കൂടെ ഇത് കൂടാതെ വേറെയും സ്പെഷ്യലൈസേഷൻസ് വരുന്നുണ്ട്. BCAയുടെ കൂടെ ഏത് സ്പെഷ്യലൈസേഷൻ കോഴ്സ് എടുത്ത് പഠിക്കണമെന്നുള്ളതിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിലോ അല്ലെങ്കിൽ എവിടെ പഠിക്കണം, ഏത് കോളേജ് എങ്ങനെ ചൂസ് ചെയ്യണം എന്നുള്ള കാര്യത്തിലൊക്കെ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.